ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. മറ്റുള്ള ആൾക്കാരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ടാക്സ് ഇൻഫർമേഷൻ നമ്മളുടെ യൂട്യൂബിനകത്തെ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ നൽകണം എന്നുള്ള ഒരു ഇമെയിലൊക്കെ ഒരു 1.5 മാസം മുൻപേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഫക്റ്റീവ് ആകാൻ പോകുന്നത് ഈ ജൂൺ ആദ്യ വാരം തൊട്ടാണ്. അപ്പോൾ നാളെ മെയ് 31 അപ്പോൾ നാളെ കൂടെ ഈ പറയുന്ന ടാക്സ് ഇൻഫർമേഷൻസ് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനകത്ത് ഗണ്യമായിട്ടുള്ള കുറവുണ്ടാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഈ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് നിങ്ങൾ ഇതുവരെയും ഈ പറയുന്ന ടാക്സ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അതപ്പം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പാൻ കാർഡാണ്. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ടാകും. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഗൂഗിൾ ആഡ്സെൻസിലേക്ക് ലോഗിൻ ചെയ്യുക. ആഡ്സെൻസിൽ ലോഗിൻ ആകുന്ന സമയത്ത് അതിൻ്റെ ഹോം പേജിൽ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാകും. മുകളിലായിട്ട് അതിനകത്ത് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അതിൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആഡ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള പാസ്വേഡ് ചോദിക്കുന്ന ഒരു പേജിലേക്കാണ് വരുന്നത്. ജിമെയിൽ ID ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. പാസ്വേഡ് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അതിനുള്ളിലേക്ക് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. നോ എന്ന് കൊടുക്കുക, നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം സെലക്ട് W8 ടാക്സ് ഫോം ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വന്ന് W-8BEN എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് W-8BN ഫോം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ളിൽ 6 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ 6 ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ടാക്സ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. അതിനുള്ളിൽ നമ്മളുടെ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മളുടെ നെയിം കൊടുക്കുക. കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കേസിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഫോറിൻ ടിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ നമ്മളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. മുകളിൽ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് തന്നിട്ടുണ്ട്. അത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. കൺട്രി വേണം, അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ് ഇവയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണോ നമ്മളുടെ മെയിലിംഗ് അഡ്രസ്സ് എന്നുള്ളത് താഴെ ചോദിക്കുന്നുണ്ട്. അത് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ടാക്സ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന 2 ഓപ്ഷനകത്തു നിന്നും യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സ് റെസിഡൻറ്റ് ഓഫ് കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് ദ US എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. താഴെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ എന്നാക്കുക. അതിനുശേഷം താഴെ കാണുന്ന സ്പെഷ്യൽ റേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുക. സർവീസസ് എന്നുള്ള ബോക്സ് ബ്രാക്കറ്റിൽ സച്ചാസ് ആഡ്സെൻസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ബോക്സ് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നുള്ളത്. അതിനകത്ത് ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്നുള്ളിടത്ത് 0% ബ്രാക്കറ്റിൽ റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മോഷൻ പിക്ചർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ബോക്സും ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ താഴെയിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫിനകത്തു നിന്നും ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A11 എന്നൊക്കെ പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡിൽ കാണിക്കുന്ന വിത്ത് ഹോൾഡിംഗ് റേറ്റിനകത്ത് 15% റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും താഴേക്ക് വരിക. ആ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് അതർ കോപ്പി റൈറ്റ് റോയൽറ്റീസ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് താഴേക്ക് അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നതിനകത്ത് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നുള്ളതിൽ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A11 എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്നുള്ളിടത്ത് 15% തന്നെ 15% റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക.
അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് പ്രിവ്യൂവിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു പ്രിവ്യൂ ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. താഴെ കാണിച്ചിരിക്കുന്ന ഐ കൺഫേം എന്നുള്ള ബോക്സിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ട് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഫുൾ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഫുൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ ഇതിനു മുൻപേ എന്താണോ ഫുൾ നെയിം കൊടുത്തിരുന്നത് ആ ഒരു നെയിം തന്നെ കൊടുക്കുക. അതിനുശേഷം താഴെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഒരു യെസും ഒരു നോയും. അതിനകത്ത് യെസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ടുള്ള ഓപ്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ, ഇൻ US എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അതിന് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഐ സർട്ടിഫൈ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് താഴെയായിട്ടുള്ള ഓപ്ഷൻ സ്റ്റാറ്റസ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം, 2 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് പ്രൊഫൈൽ ഹാസിൻറ്റ് റിസീവ്ഡ് പേയ്മെൻറ്റ്സ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്, മോണിറ്റൈസേഷനൊക്കെ ഓക്കെ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും യൂട്യൂബിൽ നിന്ന് ഗൂഗിൾ ആഡ്സെൻസ് വഴി പേയ്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അതല്ല, ഇതിന് മുൻപേ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു റിപ്ലൈ വരുന്നതാണ്. നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നത് പോലെ അപ്രൂവഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണുന്നതാണ്. ഈ ഒരു അപ്രൂവൽ സ്റ്റാറ്റസ് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിലിലേക്കും അല്പസമയത്തിന് ശേഷം ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള സോഷ്യൽ മീഡിയകൾ വഴി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുള്ളവർക്ക് 1.5 മാസം മുൻപേ ഈ ഒരു മെയിലൊക്കെ എത്തപ്പെടുന്നതായിരുന്നു എങ്കിൽ കൂടി മിക്കവാറും പേര് മറന്നു പോയിട്ടുണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.